ഭർത്താക്കന്മാർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു ചെയ്യണം, അല്ലെ ഭാര്യമാർ ഇങ്ങനെ വിരഹവും പരാതികളും ഒക്കെ പറഞ്ഞിരിക്കും. പൈസ റിസൾട്ട് മേടിക്കുമ്പോൾ 500 പിന്നെ 100 രൂപയുടെ വേണം എക്സ്ട്രാ. പെങ്ങളല്ലേ? ഇല്ല, അച്ഛമ്മയില്ലേ തരണ്ടേ? അല്ല, എന്തിനാ 500 കൂടെ 100 രൂപ എക്സ്ട്രാ? റിസൾട്ട് കിട്ടാൻ എങ്ങാനും താമസിക്കുവാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ബോറടിക്കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, അവിടെ കയറിയിരിക്കാം, TV കാണാം, വട കഴിക്കാം. അപ്പം തന്നെ കിട്ടുവാണെങ്കിലോ റിസൾട്ട്? ആ പൈസ മേടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ കഴിക്കാം, ബസ് ഇരുന്ന് കഴിക്കാമല്ലോ. ഞാൻ ആദ്യം ഒരു 100 രൂപ നീ അത് പോയി കഴിച്ചിട്ട് വാ. റിസൾട്ട് മേടിക്കണ്ടേ? റിസൾട്ട് ഒന്നും കാര്യമില്ല, നീ പോയി പോയി പൈസ എടുത്തോളൂ. ലില്ലിപ്പണ്ണ് തീരെ വയ്യ. എനിക്കറിയാം. നീ തന്നെ എന്തൊക്കെയോ ഏഷണി കൂട്ടി കൊടുക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ട്. 100 രൂപ എന്ന് പറഞ്ഞു. വാ നീ വാ. വരുവാ, ചില്ലറയായിട്ട് തരണേ. എങ്ങനെയുണ്ട്? പനിയുണ്ടല്ലോ. കഞ്ഞെടുത്ത് തരട്ടെ? ഞാൻ കുടിച്ച് എന്നാ ചില പുറത്ത് വന്നിരിക്കും, കാറ്റൊക്കെ കൊള്ളുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. ഫോണാണ് അടിക്കുന്ന. ഫോണുകളുണ്ടാണല്ലോ. ആ റിസൾട്ട് മേടിക്കാൻ പോയതാ. ഹലോ, ആ എന്തു പറഞ്ഞ്? നോക്കാഞ്ഞിട്ടാണ്, നോക്കിക്കഴിഞ്ഞപ്പോഴല്ലേ പറഞ്ഞു അവൾക്ക് പനി മാറിയതായിരുന്നു. ഇപ്പതേ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴല്ലേ അറിയണത് മഞ്ഞപ്പിത്താണ്, ന്യൂമോണിയയുടെ ആരംഭമാണെന്നൊക്കെ പറയുന്നു. റിസൾട്ട് ആശുപത്രി പോകാൻ പോവാ. ഡോക്ടറെ കാണിച്ചത് മാറിപ്പോയി. ലില്ലിക്കുട്ടിയുടെ റിസൾട്ട് മാറിപ്പോയി. വേറെ ഏതോ ഒരു ലില്ലിക്കുട്ടി പൊന്നച്ചന്റെ റിസൾട്ടാ. എന്താണ് പറഞ്ഞത്? നമ്മുടെ ലില്ലിക്കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ്ലി ലേഡീസ് ഓൺലി റൈറ്റ്. അപ്പൊ മഞ്ഞപ്പിത്തം ന്യൂമോണിയ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ലേ? നോർമലാവുക. അതിന്റെ സിറപ്പോസ് ഇപ്പൊ കഴിക്കാൻ പറഞ്ഞു. എടാ നോക്കി കണ്ട് ചെയ്യണടാ. അച്ഛപ്പ എന്റെ കുഴപ്പമില്ല. ആ ലാബിൽ നിന്ന് ഈർക്കിൽ വളർത്ത പെണ്ണിന്റെ റിസൾട്ട് മാറിപ്പോയതാ. ഡോക്ടർ അടുത്ത് മിക്കൾ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്തതാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ മനുഷ്യര് ആദ്യം പിടിച്ച് ചാവണേന് മുമ്പ് നിനക്ക് അതൊന്ന് ഫോൺ വിളിച്ച് പറയാൻ പാടില്ലേ? എന്റെ തങ്കച്ചേട്ടത് ഇതിനകത്ത് ചാർജ് ഇല്ല, മൊബൈലിന് വേണ്ടി ലൂസ് പക്ഷെ ഒട്ടും ചാർജ് ചെയ്യുന്നില്ല. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അസുഖം മാറിയില്ലേ? ആ സന്തോഷത്തിൽ ഒരു ബിരിയാണി കഴിച്ചാലോ?